ചങ്ങളപ്പം നമ്മളെ ഇപ്രാവശ്യം നട്ട അമരയുടെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇതുവരെ കൈപ്പക്കടയും മുരിങ്ങയുടെ ഒക്കെ വീഡിയോ ചെയ്തെങ്കിലും അമരയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അമര നമ്മുടെ നാട്ടിലത്തെ മരത്തിൽ വേറെ ടൈപ്പ് അമരയാണ്, തമിഴ്നാട്ടിൽ നിന്ന് കൊടുക്കുന്ന വിത്താണ്. അത് ഇപ്രാവശ്യം എല്ലാ കൊല്ലത്തിൽ അത്ര വന്നിട്ടില്ല. നുറിയ പിന്നെ അതേമാതിരി 18 കൊടുത്തിട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. വരുമല്ലേ നോക്കാലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇത് വേറെ ലെവലാണ്, തിന്നാൻ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ തൊലി കുറച്ച് കട്ടി കൂടുതലാണ്. മൂപ്പാണിന് മുമ്പ് അറുത്തിട്ട് തിന്നും വേണം. ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക്, അതിലേറെ ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ്. പിന്നെ നിങ്ങളിൻ്റെ കുഞ്ഞാലെ കൂടി കഴിഞ്ഞാൽ നല്ല അടിപൊളി വീഡിയോ അങ്ങനെ മരുഭൂമിയിൽ അങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം എന്നാൽ ശരി, ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. അമരക്കൊരു ഉഷാറ് പോരാ, ശരിയാവും. അമര വേറെ ടൈപ്പ് അമരയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ അമര കണ്ടിട്ടില്ല. നല്ല രസമുള്ളൊരു അമര കാണിച്ചു തരാം. സംഭവം കോമ്പല കുത്തി നിൽക്കണ്ടായി. അമരയുടെ വള്ളിയാണ് ഇപ്പം. ഈ ഭാഗം മൊത്തം അമരയുണ്ട്, കയ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ അമരക്കാണ് പ്രാധാന്യം. ഇതാണ് അമരക്കാണ് വേറെ ടൈപ്പ്. നല്ല സൈസ് അമര, ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ അമര. നമ്മളെ നാട്ടിലത്തെ അമരയുടെ മാതിരിയല്ല. ഇവിടെ കൂടെ ഇവിടെ കയ്പൊക്കെ നിൽക്കണം, ഇതിനൊക്കെ ഉണ്ട് കയ്പൊക്കെ നിൽക്കണം. അമരക്ക ഞാൻ നല്ല കോമ്പൽ ചെയ്ത് കാണിച്ചതുണ്ട്. കയറി വരുന്നുള്ളൂ. കഴിഞ്ഞ കൊല്ലമൊക്കെ ഈ പന്തൽ ഫുള്ളായിരുന്നു അമര. പ്രാവശ്യം ഇങ്ങോട്ട് പൊന്തി വരുന്നില്ല, എന്താ പറ്റിക്കണമെന്നുള്ളത് അറിയില്ല. എന്നാലും മോശമല്ല, ശരിയാവും. പല്ലൊക്കെ ഒരുപാട് പൊന്താണ്ട് ഇങ്ങോട്ടുണ്ട്. അതൊക്കെ പൊന്തി പോകാനാണ് മേലക്ക്. ഒന്നും പൊന്തി പോയിട്ടില്ല. ഇവിടെയൊക്കെ ചെറിയ വള്ളികളാണ്. ഇവിടെയൊക്കെ ഞാൻ ഞെടി തറച്ചു കൊടുത്താൽ ശരിയാവും. ഈ വള്ളിയൊക്കെ മേലൊക്കെ എടുത്ത് കൊടുക്കണം. ഇപ്പോൾ ഈ സ്ഥിരം വരാത്തതുകൊണ്ടേ നല്ല ബുദ്ധിമുട്ടാണ്. ഇതെങ്കിലും അമര നിൽക്കണം, വേറെ ടൈപ്പ് അമര. ഇതിനുള്ളിൽ ഇങ്ങനെ കാണിച്ചാൽ ഇത് കൂട്ടം കുത്തിക്കണം, നല്ല രസം. ഇതുണ്ടോ? അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത് ഈ സാധനം. ഇതാണ് അങ്ങനെ. ഇതിപ്പോൾ അത്യാവശ്യം ഇറക്കാറേക്കണം. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഇറക്കാം. ഇതുണ്ട്. ഇത് എന്ത് ചെയ്യുന്ന അറിയാം, കുറേ ആയിക്കഴിഞ്ഞാലേ പിന്നെ ഉണക്കിയിട്ട് അതിൻ്റെ വിത്ത് എടുത്തേക്കും. ഇങ്ങോട്ട് ആ വിത്ത് എന്ത് ചെയ്യുക, തലേ ദിവസം വെള്ളത്തിട്ടിട്ട് രാവിലെ ഇങ്ങനെ ചൂടാക്കിയിട്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് തൂമിച്ച് തിന്നാം. അതിനും പറ്റും. അതിൻ്റെ കുരു ഇത് കൂടെ ഒക്കെ ഉണ്ട്. കയ്പിൻ്റെ അമരയുണ്ട്. ഇത് കൂടെ ഒക്കെ ഉണ്ട്. ആയി വരുന്നുള്ളൂ കേട്ടോ. അമരക്കൊന്നും ആയിട്ടില്ല. കയ്പത് ഇവിടെ നിൽക്കണം. അതിൻ്റെ ഉള്ളിലതൊരു കയ്പൊക്കെ നിൽക്കണം. അമരയുടെ പൂവിനൊരു പ്രത്യേക രസം. അമര ആയി വരുന്നുള്ളൂ. ശരിയാവും, ശരിയാവാതിരിക്കില്ല. ഒന്നും സംഭവിക്കാതെ ഒന്നും ഈ ദുനിയാവൊന്നും കടന്നു പോയിട്ടില്ല. അതാണൊരു സമാധാനം. ഉണ്ടോ ഇവിടെയൊക്കെ ഈ ഭാഗത്ത് കൂടെ ഒക്കെ ഉണ്ട്. അമര നിൽക്കുന്നത് ഇങ്ങനെയാണ് വരിക. അതാണ് കോമ്പലേറ്റ്. നമ്മുടെ നാട്ടിലെ അമരക്കേ ആ പരന്നര അമരക്ക ഉണ്ടല്ലോ, അതിന് നല്ലൊരു ചൂടുണ്ടാവും. ഇതിനായില്ല. ഇത് വേറെ ടൈപ്പ്. അതുകൊണ്ട് എന്താ അതിൻ്റെ ഒരു കാണാനൊരു ഭംഗി. ഇത് ഫുള്ള് തൊലിയാണ്. ഇതിനൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇനി ഫുള്ളാവണം. ഇത് പരന്ന് വരും എന്തായാലും. ഇവിടെയൊക്കെ പൂവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു രസം. ഇതിപ്പോൾ ഈ സീസണിൽ നടക്കുള്ളൂ കേട്ടോ. അല്ലാത്ത ഇനിയിപ്പോൾ ചൂടിന് ഇവിടെ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല, ഉണ്ടാക്കാൻ പണിയാണ്. ഓപ്പണായിട്ടുള്ള സ്ഥലത്തിട്ടോ. അല്ലാത്തടത്ത് കുഴപ്പമില്ല. അതിനായിട്ട് സജ്ജീകരണത്തോടു കൂടെ കൃഷി ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഒന്നും കുഴപ്പമില്ല. ഇവിടെയൊക്കെ നിൽക്കണ നോക്കാണ്. കണ്ടമാനം ഉണ്ട്. ഇതുണ്ടോ കോമ്പല കുത്തി നിൽക്കണ ഇതുണ്ടോ? അവിടെ ഇതാ അങ്ങനെ ഇതിനുള്ളിൽ കൂടെ ഒക്കെ ഇവിടെ ഇതാ നിൽക്കും. ഉണ്ടോ? ഇടയിൽ കയ്പൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കയ്പൊക്കെ, നല്ല രസമുണ്ട്. ഇത് ഇവിടുന്ന് വിത്ത് വാങ്ങിയതാ. ഓരോ കയ്പൊക്ക. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ അമരയുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരോടും കാണുമ്പോൾ കാണാം. എന്നേലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒഴിവിട്ടുകയാണെങ്കിൽ ഇപ്പേരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്.